ആ ഉമ്മ ഇതെന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് എന്റെ മക്കളുടെ അടുത്തേക്ക് വരെ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടൊക്കെ വേണോ? അതല്ലമ്മ അമ്മ വരുന്നത് അറിഞ്ഞതാണെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിട്ടാക്കായിരുന്നു. ഈ വെയിലത്ത് ഈ ബസ്സൊക്കെ കയറി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞതാണേ. അതൊന്നും സാരില്ലാന്ന്. എന്നാലും നിനക്ക് അങ്ങനെ പറയാനെങ്കിലും തോന്നിയല്ലോ. നിന്നെ പോലുള്ള സ്വഭാവമൊന്നുമല്ല അവളുടെ. അവള് നിന്റെ അടുത്ത് ഒരു കൂട്ടത്തിലും നിൽക്കലില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മറുപടി പറയണത് കാണണ്ടേ, വേണോ വേണ്ടേ എന്നുള്ള മട്ടില്. ഞാൻ എന്തിനാ അവളുടെ ഈ മോന്തി മോറൊക്കെ കാണാൻ നിൽക്കുന്നത്? എനിക്ക് വേറെ മക്കളും മരുമക്കളൊന്നും ഇല്ലാത്ത പോലെ. അവൾക്കൊരു തോന്നലുണ്ടേ, അവള് ചെറിയ മരുമകളല്ലേ, അവൾ തന്നെ എന്നെ നോക്കുള്ളൂ, വേറെ മക്കളും മരുമക്കളൊന്നും തിരിഞ്ഞു നോക്കില്ല എന്ന്. അതൊക്കെ അവള് തോന്നലാന്നുള്ളത് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ സ്ഥിരതാമസത്തിനാണ് വന്നിരിക്കുന്നത്. ഞാൻ അവളുടെ അടുത്ത് ഇങ്ങടെ വരുന്നതൊന്നും പറയാൻ നിന്നിട്ടൊന്നുമില്ല. ഞാൻ മാറ്റിയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ എവിടേക്കാ ഈ വെയിലത്ത് പോകണമെന്നൊക്കെ ചോദിച്ചായിരുന്നോ? ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. എന്താ അങ്ങനെ പാടില്ലല്ലോ. എന്നാ നിങ്ങൾ ഉള്ളിക്ക് വരി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നേരെ പുച്ചയായില്ലേ, നീ ചായയും വെള്ളമൊന്നും എടുക്കാൻ നിൽക്കണ്ട. ഇത്തിരി ചോറന്നെ വിളമ്പിക്കോ, വിശന്നിട്ട് വയ്യ എനിക്ക്. ഇതെന്താ അത് കൂട്ടാനൊന്നും വെച്ചിട്ടില്ല? ഇതാ ഉപ്പേരി ഉണ്ട്, മീൻ വറുത്തതും ഉണ്ട്, ഇതൊക്കെ പോരെ? അല്ല ചാറൊന്നും വെച്ചിട്ടില്ലേ? ഇവിടെ അതിന് അങ്ങനെ ചാറൊന്നും വെക്കലില്ലമ്മ. കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പേരിയോ മീൻ വറുത്തതോ എന്തെങ്കിലും കിട്ടിയാൽ മതി. ചാറ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ പണി സ്ഥലത്ത് നിന്ന് വരുള്ളൂ. അപ്പോഴാണ് കറി എന്തെങ്കിലുമൊക്കെ വെക്കുകയുള്ളൂ. അങ്ങനെ വെച്ചാൽ തന്നെ 2 ദിവസത്തിന് ഉണ്ടാവുകയും ചെയ്യും അത്. ഇന്നമ്മ ഉണ്ടോളി, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. നീ ആ ഫാനൊന്നും ഇട്ടിട്ട് പോയിക്ക. എന്താ ഒരു ചൂടാണ്. എന്താ ഒരു കഷ്ടം നോക്ക. അവിടെ മീൻചാറും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് ചോറ് തിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ എങ്ങനെ ഇത് കൂട്ടിയിട്ട് ചോറുണ്ണ? ഇന്നിപ്പോ അങ്ങനെ പോട്ടെ. നാളെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കായിരിക്കും. ഈ തള്ളക്ക് 24 മണിക്കൂറും ഫാനും ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ തന്നെ പറ്റുള്ളൂ. ഇത് ഇവിടുന്ന് പോകുമ്പോഴേക്കും കറണ്ട് ബില്ല് എത്ര വരുവാണാവോ? അങ്ങോട്ട് സിറ്റ് ഔട്ടിക്ക് ഇരിക്കായിരുന്നല്ലേ അമ്മ? അവിടെയാകുമ്പോ നല്ല കാറ്റും വെളിച്ചും ഉണ്ടാവും. ഈ ലൈറ്റിന്റെ ഫാൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. വരി അങ്ങോട്ട് പോകുക. ഉച്ചത്തെ കാര്യമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി രാത്രിക്ക് ചോറും കൂട്ടാനൊക്കെ ആദ്യം വെച്ചിട്ട് വേണം. ഞാൻ എപ്പോഴും ചോറും കൂട്ടാനൊക്കെ ഒന്നായിട്ട് വെക്കുകയും ചെയ്യേ, 2 നേരത്തേക്കുള്ളതേ. ഇന്നിപ്പോ ഉമ്മ വരുന്നത് അറിയില്ലല്ലോ, അതാ ഉണ്ടായത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഉമ്മ ഗോതമ്പ് ദോശ തിന്നില്ലേ? ഓ, തിന്നൊക്കെ ചെയ്യും. എന്നാ നമുക്ക് രാത്രിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് ചമ്മന്തി അരക്കാല്ലേ? അതാവുമ്പോ വേഗം പണി ഒരുങ്ങും. അല്ലാണ്ട് ഇപ്പൊ രാത്രിക്ക് ഒരു നേരത്തിന് വേണ്ടിയിട്ട് ചോറൊക്കെ വെക്കുക പറഞ്ഞാലേ ഗ്യാസ് എത്ര ചെലവാക്കണം പറഞ്ഞിട്ടാണ്. പിന്നെ അതിനൊരു കൂട്ടാനും ഉണ്ടാക്കണം. അതൊക്കെ പണിയാണേ. അല്ലെങ്കിൽ ഉമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ടേ രാത്രി നേരം അരിഭക്ഷണം ഒഴിവാക്കുക നല്ലത്. അവിടെ എന്താ തിന്നുക? ചോറന്നെ തിന്നുക? ചോറന്നെ തിന്നുക. അത് ശരി. അപ്പൊ വെറുതെ അല്ല ഉമ്മാന്റെ ഷുഗർ കുറയാണ്ട് ഇങ്ങനെ ഇരിക്കണത് അല്ലേ? അപ്പൊ അവൾക്ക് എത്ര തന്നെ പണിയുണ്ട് ഉമ്മാക്ക് 2 ദോശ ഉണ്ടാക്കി തരാന്? അവള് പറയുകയൊക്കെ ചെയ്യും, രാത്രി ചോറിനുണ്ട ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാന്ന്. ഞാൻ വേണ്ട പറയുകയേ ചെയ്യുക. എനിക്ക് രണ്ടുപേര് ചോറ് തിന്നില്ല പറഞ്ഞാലേ വിശപ്പ് മാറാത്ത പോലെ തോന്നുള്ളൂ. അപ്പൊ ചോറന്നെ തിന്നും. ഇനിയിപ്പോ ഇന്നൊരു ദിവസം നിങ്ങൾ രാത്രിക്ക് ഗോതമ്പ് ദോശ തിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യേ. നാളെ നിങ്ങൾക്ക് 3 നേരം ചോറന്നെ വെച്ചുതരാം. നിങ്ങൾക്ക് ചോറ് കഴിഞ്ഞിട്ട് പൂതി അങ്ങോട്ട് മാറട്ടെ. ഉമ്മ എന്നാ പോയി കടന്നോളി, ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമയം 8:30 ആയിട്ടുള്ളേ. ആയിക്കോട്ടെ, നമ്മളെന്തിനാ ഈ ലൈറ്റൊക്കെ ഇട്ട് വെച്ചും കൊണ്ട് കറണ്ട് ബില്ല് കൂട്ടാൻ നിൽക്കണത്? ഞാൻ എപ്പോഴും ഒരു 8:30 ആകുമ്പോഴേക്കും കഴിക്കലൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് പോയി കിടക്കും. എന്നിട്ട് ഇത്ര നേരത്തേക്ക് കിടന്നാൽ നിനക്ക് ഉറക്കം വരുമോ? ഉറങ്ങുമൊന്നുമില്ല. ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടും കൊണ്ട് കിടക്കും. അങ്ങനെ കണ്ടു കണ്ട് ഉറങ്ങിയിട്ടും ഉണ്ടാവും. എനിക്ക് ഇത്ര നേരത്തെയൊന്നും കിടന്ന ഉറക്കം വരില്ലേ. അവിടെ 9:30 10 മണിയൊക്കെ ആവും ഞാൻ കിടക്കാന്. അല്ലാ, അത്ര നേരമൊക്കെ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് വെക്കാൻ പറ്റുമോ ഒരു ആവശ്യമില്ലാണ്ട്? നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ അടുക്കള ഭാഗത്ത് പോയിരുന്നോളേ. അവിടെ ആകുമ്പോഴേ ആ റോഡത്തെ പോസ്റ്റത്തെ വിളിച്ച് നല്ല കാണുകയും ചെയ്യുക. നമ്മുടെ അടുക്കളയിൽ കത്തുമ്പോൾ തന്നെ ഉണ്ട് ഇനോ. അതാകുമ്പോൾ നേരം വിളിക്കണവരെ ഓഫാക്കുകയും ചെയ്യില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നവർ അവിടെ ഇരിക്കുകയും ചെയ്യുക. നല്ല ഉറക്കം വരുന്ന സമയത്ത് പോയി കടന്നാൽ മതി. എന്നാ ഞാൻ പോയി കിടക്കട്ടെ കേട്ടോളേ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കണ്ടേ? എന്തമ്മാ രാവിലെ തന്നെ അടിച്ച അടുക്കളയിലും കയറിയോ?
എന്താ നിങ്ങൾ തരീണ്? ആ, ഞാൻ ഒരു ഗ്ലാസ് ചായ വെക്കട്ടെ പറഞ്ഞിട്ടേ. ഇവിടുത്തെ പഞ്ചസാര പാത്രം എവിടെ? ആ, അതാല്ലേ. എനിക്ക് എണിച്ച പാട് ഒരു ഗ്ലാസ് ചായ കിട്ടണം, അല്ലെങ്കിൽ ഉഷാറേ ഉണ്ടാവില്ല. നീ എണിക്കാൻ വൈകി കണ്ടപ്പോഴേ ഞാൻ തന്നെ വെച്ച് കുടിക്കാൻ വിചാരിച്ചു. അല്ലാ, അത്രയൊക്കെ പഞ്ചസാര ഇടണമ്മ? നിങ്ങക്ക് ഷുഗർ ഉള്ളതല്ലേ? ഷുഗർ ഒന്നും കാര്യമില്ലാന്ന്, ഞാൻ മരുന്ന് കഴിക്കണ്ടല്ലോ. ചായയിലൊക്കെ ഇത്തിരി മധുരം ഇല്ലാണ്ട് എങ്ങനെയാ കുടിക്കണത്? നിങ്ങൾ ഇങ്ങോട്ട് മാറി, ഞാൻ വെച്ചേരെന്നാ. അതൊന്നും കുഴപ്പമില്ലാന്ന്. അവിടെ ഞാൻ തന്നെ ചായയൊക്കെ വെച്ച് കുടിക്കല്. അവള് രാവിലെ നേരം എണിക്കാൻ വൈകിപ്പോയി. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളും ഇല്ലാത്തതല്ലേ. എണിക്കണമെങ്കിൽ 7:30 8 മണിയൊക്കെ ആകും. അപ്പോഴേക്ക് ഞാനൊക്കെ ചായ വെച്ച് കുടിച്ചിട്ടുണ്ടാവും. എനിക്കാണെങ്കിലോ രാവിലെ നേരത്തെ എണിച്ച് ശീലമായിട്ടേ 6 മണി കഴിഞ്ഞു പറഞ്ഞ ഉറക്കേ വരില്ല. അപ്പൊ ഞാൻ ചായയൊക്കെ വെച്ച് കുടിക്കുമ്പോഴേക്കും മെല്ലെ അവള് കുത്തിനൂർന്ന് എണിച്ച് വരുന്ന കാണാം. ഉമ്മ ഫ്രിഡ്ജത്തെ പാലെടുത്ത്. ആ, അതിലതിനൊരു ചായക്കുള്ള പാൽ തന്നെ ഉണ്ടായിരുന്നുള്ളേ. ഇനി നിങ്ങക്ക് ചായ വെക്കാനോ വാങ്ങിയിട്ട് വേണമായിരിക്കും അല്ലേ? അതാ, അതൊക്കെ എടുത്തു. ആകെ ആ പാലന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേറെ വാങ്ങുമൊന്നുമില്ല. അതിലെന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ചായ വെക്കല്. ആ, 1/2 ഗ്ലാസ് പാലിൽ 3 4 ആൾക്കുള്ള ചായ വെക്കൂ നീ. എന്നിട്ട് എന്തിനാ ചായ പറ്റുക? അരി കഴുകിയ വെള്ളം പോലെ ഉണ്ടായില്ലേ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെ വെക്കലുള്ളൂ ഉമ്മ. ഇങ്ങനെയൊക്കെ പിടിച്ച് ചെലവാക്കിയിട്ട് തന്നെ ഇവിടെ ഒന്നിനും തികയണില്ല. ഒക്കെ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ വേണ്ടേ. ആ, ഇനിയിപ്പോ പോട്ടെ, സാരില്ല. നമ്മൾ കട്ടൻ ചായ വെച്ച് കുടിക്കുക, നിങ്ങളത് കുടിച്ചോളി. രാവിലത്തെ റവ മാവേ വയറ്റിന് തീരെ പറ്റിയിട്ടില്ല തോന്നണം. റവ ചൂടല്ലേ. അവളവിടെ റവ മാവൊന്നും ഉണ്ടാക്കലില്ല. രാവിലെ നേരം എപ്പോഴും ഈ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ആപ്പത്തിനൊക്കെ ആട്ടി വെക്കും. എനിക്ക് അതന്നെ പറ്റുകയും ചെയ്യുള്ളേ. ഞാനതിന് രാവിലെ നേരം ഇവിടെ പലഹാരമൊന്നും ഉണ്ടാക്കലില്ല അമ്മ. നിങ്ങൾ വന്നതല്ലേ വട്ട റവ മാവന്നെ ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് വല്ല പഴം പുഴുക്കിയതോ കോഴിമുട്ട പുഴുക്കിയതോ ബ്രെഡ് പൊരിച്ചതോ അങ്ങനത്തെയൊക്കെ കൊടുക്കുക. അതിലേക്ക് അങ്ങനത്തെയൊക്കെ തന്നെ പറ്റുകയും ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ എന്താ ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കാൻ? ഇതൊക്കെ തന്നെ? ഇതിന് മീൻകാരന്മാരൊന്നും വരില്ലേ? മീൻകാരന്മാരൊക്കെ വരും. ഇന്നിപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ കൂട്ടാൻ വെക്കാൻ. ഇതുണ്ടാകുമ്പോൾ മീൻ വാങ്ങിയ പറഞ്ഞതൊക്കെ കേടുവന്ന് പോയില്ലേ? നോക്കട്ടെ, നാളെ പറ്റിയേ വാങ്ങാം. ഇപ്പം നാളേക്കുള്ള പച്ചക്കറി ഫ്രിഡ്ജിലുണ്ട് എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഇപ്പം നാളെ അതന്നെ വെക്കണം. സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ പിന്നെ മേലേക്ക് മേലെ വാങ്ങണ പറഞ്ഞിട്ടാണേ. അതുമല്ല, മീൻ്റെ അടുത്ത് കൂടെ പോകില്ല. എന്താ വില? ആ, ഞാൻ എന്താ മനാഫിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഇന്നലെ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തി. നീ എപ്പോൾ വിളിക്കുമ്പോൾ പറയലുള്ളതല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് അറിയിക്ക്, അപ്പം നീ ഇങ്ങോട്ട് വരാന്നൊക്കെ. അതാ വിളിച്ചതേ. എന്നാ നാളെ ഇങ്ങോട്ട് വരുമോ? ആ, ശരി ശരി. വെയിലാകാൻ നിൽക്കണ്ട, രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഇഷ്ടമുള്ള പാരിനെ വിളിച്ചു വരുത്താൻ നിൽക്കണത്. ആ, ആരാ അത് വിളിക്കണു? അത് നമ്മുടെ മറ്റേ ജമീലമ്മായിയേ. നിനക്കറിയും, ആ റഷീൻ്റെ ഉമ്മേ. അവൾ എപ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയലുണ്ടേ, ഇനി മനാഫിനെ അങ്ങോട്ട് വരുന്ന സമയത്തൊന്ന് പറയേ, അപ്പം ഇങ്ങോട്ട് വരാന്നേ. അവിടേക്ക് വരാനും പോകാനും ഇത്തിരി ദൂരം കൂടുതലല്ലേ, ഇവിടെ ആകുമ്പോൾ അടുത്താണല്ലോ. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. വിളിച്ചപ്പോഴേക്കും പിന്നെ വരാമെന്നും പറഞ്ഞു. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടം കൂടി ഇരിക്കാൻ ഒരാളായി എനിക്ക്. കൂട്ടം കൂടെ ഇരുന്നാൽ പിന്നെ വിടുകയില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, നാളെ തന്നെ വരാ പറഞ്ഞു. എന്നിട്ട് ആ, രാവിലെ വരാ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നുമില്ല. നിങ്ങളിങ്ങനെ കൂട്ടം കൂടി ഇരിക്കാൻ ഓരോരുത്തരെ സെറ്റാക്കുമ്പോഴേക്കേ എനിക്ക് അവിടെ പണി കൂടുന്നത്. അവരാണെങ്കിലോ എന്തെങ്കിലും കിട്ടിയത് തിന്നുകൊണ്ട് മിണ്ടാണ്ടിരിക്കൂല്ല. എന്തെന്നുണ്ടാക്കി കൊടുത്താലും അതിനൊക്കെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അന്നൊരിക്കലും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാത്രിക്ക് രാവിലേക്കും പലഹാരം തന്നെ പറ്റുള്ളൂ. ചോറാണെങ്കിലോ ഇറച്ചി മീനില്ലാണ്ട് ചങ്കന്ന് ഇറങ്ങൂല്ല. ഇതൊക്കെ എനിക്ക് പണി തന്നെയല്ലേ. പണി മാത്രമാണ്, ചിലവോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് ഇതൊരു കഷ്ടമാണ് നോക്കാം. അതാ, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അവളിനെ വിളിച്ചിട്ട് വരണ്ടാ പറയണ? ഇനിയിപ്പോൾ എങ്ങനെ വരണ്ട അവർക്ക് വിളിച്ചു പറഞ്ഞത്? അപ്പോൾ അവർക്ക് തോന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും എന്ന്? എന്നാൽ അവർക്ക് സ്വയം തോന്നിയിട്ട് വരാണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും വേണ്ടില്ല. എന്തിനാ അതോട് വിളിക്കുമ്പോഴേക്കും പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞിട്ട്. ഇതല്ല, വിളിക്കാൻ വേണ്ടി കാത്തിരിക്കേ തോന്നണം ഇങ്ങോട്ട് വരാൻ. ഇനിയിപ്പോൾ വരട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടണ്? ഞാൻ എന്നാൽ കുറച്ചു നേരം പോയി കിടക്കട്ടെ. ഉച്ചയ്ക്ക് കുറച്ചു നേരം കടന്നിട്ട് അത് ശീലമായി. ഒന്നും ഉറങ്ങി എണിച്ചില്ല പറഞ്ഞാലേ തലവേദന വരുവുള്ളൂ. നിങ്ങളും വേണമെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയി കടന്നോളി. അവിടെ ആകുമ്പോൾ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ജനലൊക്കെ തുറന്നിട്ടാലേ നല്ല കാറ്റ് കിട്ടും. നീ പോയി കടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയി കിടക്കാം. എന്നാൽ പോകുമ്പോൾ ഈ ഫാൻ ഓഫ് ആക്കിയിട്ട് പോയി. ഓഫാക്കൂല്ലേണാവും.
ഇവളെന്താ ഇത് ഇത്ര നേരമായിട്ട് എണിച്ചിട്ടുമില്ലേ? സമയം 4 മണിയായല്ലോ. എനിക്കാണെങ്കിലോ ചായ കുടിക്കാൻ പോയിട്ടൊട്ടും വയ്യ. അവിടെയാണെങ്കിൽ 3:30 ചായ വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പോയി വെച്ച് പറഞ്ഞാൽ 100 കണക്കും പറയും ഇവള്. ധൈര്യം ഒന്ന് പോയി വിളിച്ചു നോക്കാം. ഫസ്ന, ഫസ്ന, എന്തമ്മ? അല്ലേ സമയം 4 മണി കഴിഞ്ഞില്ലേ? ചായ വെക്കണ്ടേ? നീ എണിക്കണ കാണാണ്ടായപ്പോ ഒന്ന് വിളിച്ചതാണേ. ഓ 4 മണിക്ക് തന്നെ ചായ കുടിക്കണമെന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞാലും കുടിച്ചാൽ പോരെ? ഇവിടെയൊക്കെ 5:30 ചായ വെക്കാൻ. എനിക്ക് ഉറക്കം മതിയായിട്ടേ ഇല്ല. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ, എന്നിട്ട് വെച്ചുതരാം. ഇതെന്താ പഠിച്ചോനെ എൻ്റെ സ്വഭാവം ഇങ്ങനെ? ഇതിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചെറിയ മരുമകൾ എത്രയോ ഭേദമാണ്. ഒന്നുമില്ലെങ്കിൽ നേരത്തിനും കാലത്തും തിന്നാനും കുടിക്കാനെങ്കിലും കിട്ടുമായിരുന്നു. ഇതൊരു അർക്കീസ്, തിന്നണതിനൊക്കെയും കണക്കും പറയും. പത്രത്തിൽ അരിപ്പ് വെക്കാന്ന് പറയണത് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ കണ്ടു. അയ്യേ, ഇതെന്തിങ്ങനെ ആയത്? ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് വന്നിരുന്നപ്പോൾ ഒറ്റയ്ക്ക് തിന്ന് തിന്ന് ഒറ്റപ്പുത്ത് പഠിച്ചു തോന്നുന്നു. 5:30 ആയോ? ഇപ്പൊ ചായയും വെക്കണ്ടേ? ചായക്ക് നേരം വഴിക്കിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. എവിടെ? ഇതെന്തമ്മ അങ്ങനെ ഇരിക്കണ്? ഇതെന്താ കയ്യിൽ കവറ്? അമ്മ എന്താ പോവാണ്? ആ, ഞാൻ പോട്ടെ. അവളുടെ അടുത്ത് പറയാണ്ട് വന്നിട്ടാ തോന്നണു മനസ്സിക്ക് ഒരു സമാധാനം പറയണതില്ലാന്ന്. അമ്മ ഇന്നലെ ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നിക്കേ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാ. ഇല്ല, നിൽക്കാനൊക്കെ പിന്നെ വരാം. ഇതൊരു സമാധാനം ഇല്ലാത്ത വിരുന്ന് വരവായിന്ന്. അവളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ടാ തോന്നണു മനസ്സിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. അതൊരു പാവാണേ. ഞാൻ വെറുതെ അതിൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നിട്ട് അവളും വിചാരിക്കില്ലേ ഇത്രയും കാലം അവളുടെ കൂടെ ഇരുന്നിട്ട് അവളുടെ അടുത്ത് എനിക്കൊരു സ്നേഹമില്ലാന്ന്. അതൊക്കെ ആലോചിച്ചപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാൻ തോന്നി. ആ, എന്നാ അമ്മാക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോളി. ഞാൻ നിൽക്കാനൊക്കെ പിന്നെ ഒരിക്കൽ വന്നാൽ മതി. അല്ല, അപ്പൊ മറ്റേ ആ ജമീലമ്മായി വരില്ലേ നാളെ? അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ദിവസം വന്നാൽ മതി എന്നൊക്കെ. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാനെന്താ കാട്ടുക? എന്നാ പോകുകയാണെങ്കിൽ ഇട്ടാതെ നിൽക്കണ്ട, വേഗം പോകാന്ന് പോയിക്കോളി. ഇപ്പോഴാകുമ്പോൾ ഒരു ബസ്സും ഉണ്ട്, വേഗം പോയാൽ അത് കിട്ടും. എന്നാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാന്ന് പറയണില്ല അവള്. അങ്ങനെ ആ ശല്യം അങ്ങോട്ട് ഒഴിവായി. വരവ് കണ്ടപ്പോൾ എത്ര ദിവസത്തിനുള്ള വരവാണോ അവർക്ക് പേടിച്ചു ഞാൻ.